കോൺഗ്രസിലെ കുടുംബവാഴ്ചയ്ക്കെതിരെ പാർട്ടി എംപി ഡോക്ടർ ശശി തരൂർ. കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണി എന്ന തലക്കെട്ടോടുകൂടിയുള്ള തരൂരിന്റെ ലേഖനം വന്നത് മംഗളം ദിനപത്രത്തിലാണ്. രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശമാണെന്ന ധാരണ ചില കുടുംബങ്ങൾക്കുണ്ടെന്ന് തുറന്നു പറയുകയാണ് ശശി തരൂർ. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും മനീഷ് പി ഉണ്ണി നൽകും. മനീഷ്, ശശി തരൂർ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒപ്പം നരേന്ദ്രമോദി എന്ന ഫാക്ടർ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നു എന്നതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞു. ഒപ്പം കോൺഗ്രസിലെ കുടുംബവാഴ്ച, പ്രത്യേകിച്ച് നെഹ്റു പരിവാറിലെ നേതാക്കന്മാരുടെ ബോധ്യം എന്ന് പറയുന്നത് ഇതൊരു ജന്മാവകാശമാണ്. അതായത് രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട താക്കോൽ തങ്ങൾക്ക് മാത്രം കൈവശം വയ്ക്കാനുള്ളതാണെന്ന് സ്വയം ഒരു ബോധ്യമുണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയുമാണല്ലോ. അതിനെയാണല്ലോ ഇപ്പോൾ ഈ ലേഖനത്തിലൂടെ ശശി തരൂർ വിമർശിച്ചിരിക്കുന്നത്. മനീഷ്, ഗൗതം പറഞ്ഞ പോലെ തന്നെയാണ് കോൺഗ്രസിലെ കുടുംബവാഴ്ച അതിരൂക്ഷമായാണ് വീണ്ടും ശശി തരൂർ വിമർശിക്കുന്നത്. നമുക്ക് പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ ഒരു ലേഖനത്തിലാണ് ഇക്കാര്യം വിശദമായി പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പോൾ മംഗളം ദിനപത്രത്തിൽ ലേഖനമായി എത്തിയിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം പറഞ്ഞ വരികൾ ഇങ്ങനെ എന്താണെന്ന് നോക്കിയാൽ, അതായത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ ഇപ്പോൾ ഏറ്റവും താഴെ നിലയിലുള്ള നേതാവായ പ്രിയങ്ക ഗാന്ധി വരെയുള്ള നേതാക്കളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആ വരിക്ക് ശേഷം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായ വരിയിലേക്ക് ആദ്യം പോകാം. അതായത് രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശം ആണെന്ന ധാരണയ്ക്ക് ആണ് ഈ നേതാക്കളുടെ ഈ കുടുംബവാഴ്ച അത് അടിത്തറയിട്ടു എന്നാണ് അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നത്. ഈ ആശയം ഇന്ത്യയിലെ എല്ലാ പാർട്ടികളിലും പ്രദേശങ്ങളിലും എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയത്തിലേക്കും വ്യാപിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. പരിചയത്തേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ലെന്നും അദ്ദേഹം ലേഖനത്തിലൂടെ രൂക്ഷമായി തന്നെ ഈ കുടുംബവാഴ്ചയെ വിമർശിക്കുന്നുണ്ട്. ഇത് ഭരണഘടനാ നേതൃത്വത്തിൻ്റെ യോഗ്യത, അത് ഈ കുടുംബപ്പേര് മാത്രമാകുന്നത് അത് നിലവാരം കുറയ്ക്കുമെന്നും അദ്ദേഹം ഈ മാധ്യമത്തിന് നൽകിയ ലേഖനത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല, കുടുംബവാഴ്ചയെ നേരത്തെയും അദ്ദേഹം വിമർശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മംഗളം പത്രത്തിൽ ഈ ലേഖനം വരുന്നത്. ഇത് കുടുംബവാഴ്ചയെ വീണ്ടും ശശി തരൂർ വിമർശിക്കുന്നത് മറ്റൊരു തലത്തിലേക്ക് വിവാദമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഗൗതം, കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയാണ് ശശി തരൂർ. മംഗളം ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ഈ രാഷ്ട്രീയ നേതൃത്വം എന്നത് ജന്മാവകാശമാണെന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു എന്ന് നെഹ്റു പരിവാറിൻ്റെ ചരിത്രം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. മനീഷാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സ് പങ്കുവച്ചത്.